ഐഡിയ ഫാമേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഐഡിയ ഫാമേഴ്സ് ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ഫാമിൻ്റെ അകത്ത് തന്നെ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 1-2 ദിവസം പേപ്പറിൽ ഫീഡ് കൊടുക്കുക എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ പേപ്പറിന് വിരിക്കേണ്ട ആവശ്യമില്ല, അത് പണി കൂടുതലാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ എന്താണോ ലിറ്ററൊക്കെ നേരെ ഇട്ട് കൊടുക്കുക, അതിനുശേഷം പാത്രത്തിൽ തീറ്റ ഇട്ട് കൊടുത്താൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 2010 ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അന്ന് മുതൽ ഇന്ന് മുതൽ നമ്മളെ ഫാമിലും നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്, അതായത് നമ്മൾ കോഴിക്കുഞ്ഞും തീറ്റയൊക്കെ കൊടുക്കുന്ന ഇൻ്റഗ്രേറ്റേഴ്സിനോട് നമ്മൾ പറയുന്നത് ആദ്യത്തെ 2 ദിവസം നിർബന്ധമായിട്ടും പേപ്പറിൽ ഫീഡ് കൊടുക്കണം തന്നെയാണ്. അതിൻ്റെ കാരണങ്ങൾ എന്താണുള്ളത് ജസ്റ്റ് ഞാൻ 1-2 കാരണങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ FMS നമ്മൾ ഈ ഒരു പേപ്പറിൽ ഫീഡ് കൊടുക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പേപ്പർ വിരിക്കാതെ ഫീഡ് അവിടെ ഇവിടെയൊക്കെ പാത്രത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫീഡൊക്കെ കഴിക്കും. പക്ഷേ ഈ ഒരു പേപ്പറിൽ ഇടുമ്പോഴുള്ളൊരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ കോഴിക്കുഞ്ഞിനെ നമുക്കറിയാം ഇൻക്യുബേറ്ററിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇടുമ്പോൾ അത് ആ ഒരു ഫസ്റ്റ് ടൈം ഇങ്ങനെ പുറത്ത് വന്ന ആ ഒരു ഇതിലെന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, പിന്നെ കാണുന്നതൊക്കെ ഒന്ന് കുത്തും, ആ ഒരു സ്വഭാവം എന്തായാലും കാണിക്കും. അപ്പോൾ പേപ്പറാണെങ്കിൽ ഒരു കോഴിക്കുഞ്ഞിങ്ങനെ അവിടെ താഴോട്ട് കുത്തും, അത് കാണുമ്പോൾ തൊട്ടടുത്തുള്ള കോഴിക്കുഞ്ഞുങ്ങളും കൊത്തും. അപ്പോൾ ഇവർ കൊത്തുമ്പോൾ ഫസ്റ്റ് കിട്ടുന്നത് എന്താണ്, കൊത്തുന്നവർക്കൊക്കെ കിട്ടുക ഫീഡാണ് കിട്ടുക. എന്നാൽ നമ്മൾ ഇതേ സ്ഥാനത്ത് ലിറ്ററായിട്ട് ചകിരിച്ചോറോ അല്ലെങ്കിൽ കാപ്പിത്തണ്ടോ അങ്ങനെ മറ്റെന്തെങ്കിലുമാണെന്ന് വിചാരിക്കുക, ആ പേപ്പറിന് അവർ ജസ്റ്റ് ഒന്ന് കൊത്തി നോക്കുമ്പോൾ എന്താണ് അവർക്ക് കിട്ടുക? അപ്പോൾ അവർക്ക് കിട്ടുക ഒരു ചകിരിച്ചോറിൻ്റെ അംശം, അതല്ലെങ്കിൽ കാപ്പിത്തണ്ടിൻ്റെ അംശം, ഇതൊക്കെയാണ് കിട്ടുക. ഇത് ഒരുപാട് കഴിക്കുന്നല്ല നമ്മൾ പറയുന്നത്, എന്നാൽ പേപ്പറാകുമ്പോൾ അതൊന്ന് കൊത്തിയാൽ ഒരു തരിയാണെങ്കിൽ ഒരു തരി ഫീഡ് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഈ ഒരു ബാച്ചിൽ ഇപ്പോൾ 1500 അല്ലെങ്കിൽ 2000 കോഴിക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഈ 2000 കോഴിക്കുഞ്ഞുങ്ങളും ഒന്നിച്ച് തന്നെ ഫീഡെടുത്ത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് ഒന്നാമത്തെ ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഈ ഒരു പേപ്പറാണ് ഇട്ട് കൊടുക്കുന്നത്. അവർക്കിങ്ങനെ നിഷ്പ്രയാസത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനൊക്കെ ഒരു എന്താ പറയുക ഒരു എളുപ്പമുണ്ടാവും. നമ്മൾ ചകിരിച്ചോറോ അല്ലെങ്കിൽ നമ്മൾ കാപ്പിത്തൊണ്ടൊക്കെ ആണെങ്കിൽ ആ ഒരു അതിൻ്റെ താഴേക്ക് ആഴ്ന്നു പോകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കാലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറച്ച് വരുന്ന ആ ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനും കൂടിയാണ് നമ്മൾ ഫീഡ് പേപ്പറിലൂടെ കൊടുക്കുക എന്ന് പറയുന്നത്. എന്ന് കരുതിയിട്ട് മൊത്തം ഫീഡ് പേപ്പറിൽ ഇട്ട് കൊടുക്കുക, നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുക, അതിനിടയിൽ നമ്മൾ 1-2 പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാകുമ്പോൾ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അവ ഫീഡ് എടുത്ത് തുടങ്ങും. അതുപോലെ തന്നെ ഒരു കോഴിക്കുഞ്ഞും ഫീഡ് എടുക്കാതെയും നിൽക്കില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, 2ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ആ ഒരു പേപ്പറൊക്കെ മാറ്റാം, മൊത്തം നമുക്ക് പാത്രത്തിലൂടെ ഫീഡ് കൊടുക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ പേപ്പർ എവിടെയെങ്കിലും നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തിട്ട് ഫ്രഷ് പേപ്പർ ഇട്ട് കൊടുക്കുക. അപ്പോൾ സുഹൃത്തുക്കൾ, ഇതാണ് നമ്മൾ പേപ്പർ ഫീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും പണി കുറച്ച് കൂടുതലാണ്, പക്ഷേ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് എന്തായാലും ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ ഇൻഫ്രാറെഡ് ബൾബ് എന്നറിയപ്പെടുന്ന ഈ ഒരു ടൈപ്പ് വരുന്ന ഹാലജൻ ബൾബ്, ഫിലിപ്സിൻ്റെ ഹാലജൻ ബൾബ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ലഭിക്കുന്ന ഒരു അഫിലിയേറ്റഡ് ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ മുകളിൽ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് അവിടെ അഫിലിയേറ്റഡ് എന്നുള്ള അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന്